കഴിഞ്ഞിറങ്ങി കഴിഞ്ഞു. മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മഴ നിന്നിട്ട് ലെൻസിൽ അത്രയും വെള്ളം തെറിക്കുകയുള്ളൂ. ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ആ കാറ് വരെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അതിനും മാത്രം മഴ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങട്ടെ ആദ്യം. കനത്ത മഴ കാരണം വീട്ടിൽ പോവാതെ ഇവിടെ റിലാക്സ് ചെയ്യുന്ന മഴവില്ലിലെ അംഗങ്ങൾ. ഹലോ ചേച്ചി, പോണ്ടേ ചേച്ചിക്ക് വീട്ടില്? ചേച്ചി എന്തോ ഒരു കോട്ടയം ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്, കേസ് ക്യാൻസൽ ആയിപ്പോയി. അയ്യോടാ, അന്ന് വീട്ടിൽ പോയാ. എന്റെ മോനെ ഗൈസ്, അവിടെ നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിലെ ചേച്ചി അന്ന് ഉത്സവത്തിന് എന്നെ രാത്രി കൊണ്ടുപോയി. അന്ന് ബ്ലോഗ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. ചേച്ചി ഭയങ്കര രസമായിരുന്നു, ഒട്ടുക്കത്തെ തിരക്കുമായിരുന്നു. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നാമത് ലേറ്റ് ആയിരുന്നു. ഇപ്പോഴേക്ക് സമയത്തായി 6 മണിയായി. 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയാൽ ഇവിടെ 6 മണിക്ക് എത്തും. 8 മണി വരെ ഫംഗ്ഷൻ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോൾ 8 മണിയാവും. പേരും മഴയും. പിന്നെ ഈ മഴയത്ത് പോവാതിരിക്കണേണ് ചേച്ചി നല്ലത്. വിളിച്ചില്ല, കാരണം സാവകാശം വീട്ടിൽ പോയിട്ട് ചീത്ത വിളിക്കട്ടെ മതി, പതുക്കെ അവിടെ പോയിട്ട് കേൾക്കണായിരിക്കും നല്ലത്. ഓക്കെ, മഴ കുറഞ്ഞ്. ചേച്ചി സോറി, ഐ ലവ് യു അക്കച്ചി. എന്റെ ഇറങ്ങാ ചേച്ചി. അല്ല, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ചേച്ചിയാണ്. അന്ന് ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു. കോടതിയിലെ വർക്ക് ചെയ്യുന്ന ശിരസ്താറാണ്. ആരാ? ശിരസ്താർ. അതെന്താ? ശിരസ്താർ ഇല്ല. ശിരസ്താർ എന്ന് പറയുന്നൊരു ഇതാണടാ, എന്താ പറയണ്ടേ, നമ്മള് ജഡ്ജ്, മജിസ്ട്രേറ്റ് എന്നൊക്കെ അതുപോലെ തന്നെ ഒരു പൊസിഷനാണ്. ശിരസ്താർ എന്ന് പറയുന്ന എന്ത് പൊസിഷൻ? അത് ഇപ്പൊ കമന്റ് വരും ചേച്ചി, ശിരസ്താർ എന്താണെന്ന്. എന്റെ കറക്റ്റ് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. മനസ്സിലായി. ശിരസ്താർ എന്ന് പറയുന്നത് കോടതിയിൽ. അപ്പൊ ഇറങ്ങാനായിട്ട് വീണ്ടും മഴ കൂടി. ഹാപ്പി ആയില്ലേ ചേച്ചി? എന്തൊരു മഴ ജോച്ചേട്ടാ, മഴ ആസ്വദിക്കുകയാണ് അവിടെ നിന്ന്. കുറഞ്ഞ ഇറങ്ങാം ചേച്ചി, ഇറങ്ങാം. മതി, ഇത്രയും കുറഞ്ഞാൽ പോരെ, നമുക്ക് ഇറങ്ങാം. നാളെ കോട്ടയം നസീർക്കയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചി കേക്ക് നോക്കിയായിരുന്നു ഓർഡർ ചെയ്യാൻ. ഐസ്ക്രീം കേക്ക് അന്ന് കഴിച്ചതിന് ശേഷം ചേച്ചിക്ക് അതൊരു വീക്ക്നെസ് ആയി പോയിന്ന് തോന്നുന്നു. നമുക്ക് നാളെ കേക്ക് ഒരു ചെറിയ ബാസ്കിൻ റോബിൻസിനാണ് അന്ന് ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിയത്. നല്ല കേക്കായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒരു കുഴപ്പമില്ല, ഒരു നിർബന്ധമില്ല. ഇക്കൊക്കെ അങ്ങനെ കേക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലാന്ന്. ഓക്കെ, ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ. ഇവിടെ മഴ ഒന്നും ഒതുങ്ങി. അവിടെ നിന്ന് ഇറങ്ങി മഴ ഒന്ന് തോർന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഷാസിന്റെ സനുബ്രോയുടെ അമ്പരചുംബിയുടെ ഫ്രണ്ടിലെത്തിയേക്കാണ് ഗൈസ്. സനുബ്രോ ഓൺ ദ വേ ആണ്, സ്വന്തമായിട്ട് ഒരു വ്ളോഗ് എടുക്കാനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ പോയേക്കാണെന്ന് പറഞ്ഞു ഗൈസ്. അത് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു കുളിർമ, കാരണം സനുബ്രോ അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മേളിൽ ഫ്ലാറ്റിൽ ചെന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് സനുബ്രോ ഇപ്പോൾ വരും. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇന്ന് നമ്മൾ ശരണ്യക്ക് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ സനുബ്രോയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐഡിയ ഒക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും സനുബ്രോയും കൂടെ വന്നിട്ട് ശരു നമ്മളെല്ലാവരും കൂടെ ലുലുവിലോട്ട് പോകും. ലുലു ഫാഷൻ സ്റ്റോറിലാണ്, ഫാഷൻ സ്റ്റോറിലാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. അതായത് ബേസിക്കലി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും സനുബ്രോയും സെപ്പറേറ്റ് ആയിട്ട് അവളുടെ ചാനലിന് വേണ്ടിയിട്ട്, അപ്പോൾ 2 സ്റ്റൈലിലും ഏറ്റവും ബെസ്റ്റ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അവളൊരു സമ്മാനം തരുന്നതായിരിക്കും. സോ എന്താ അല്ലേ, നമുക്ക് നോക്കാം സനുബ്രോയുടെ ഫാഷൻ സെൻസ് ആണോ എന്റെ ഫാഷൻ സെൻസ് ആണോ ജയിക്കാൻ പോകുന്നത്. എന്തായാലും ആദ്യം വരട്ടെ, ഞാൻ തൽക്കാലം ഫ്ലാറ്റിൽ പോയിരിക്കാം. ഞാനുണ്ടല്ലോ കേസ്, ഒരു ചായ വിത്തിട്ടൊക്കെ എടുക്കാതെ പറഞ്ഞ് ഷാസിന്റെ കസേരയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരാള് ക്യാമറയൊക്കെ പിടിച്ചിട്ട് വ്ളോഗ് ഒക്കെ ചെയ്ത് വരണേ. ഞാൻ എന്തുമാത്രം ഹാപ്പി ആണെന്ന് അറിയാമോ സനുബ്രോ? ഈ ഒരു ഇവിടെയാണ് എന്റെ ഏറ്റവും കംഫർട്ടബിൾ സ്പേസ്. എന്തായിരുന്നു ഐഫോൺ വെച്ചിട്ടൊരു ചെറിയൊരു വ്ളോഗ് എടുത്ത് കേസ്. ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി. ഐഫോൺ ആണ് ബെസ്റ്റ്. ഫോർട്ട് കൊച്ചി പോയിട്ട് ഷാസിന്റെ ഇവിടെ ഒരു ഫോൺ വരുത്തിയാണ്, ഈ മോട്ടറോളയുടെ സാധനം. ഞാൻ അതും എടുത്തോണ്ട് പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വെച്ച് പോയതാണ്. മൊത്തം മഴയും ബഹളമൊക്കെ ആയിരുന്നു. എന്നിട്ട് വ്ളോഗ് എടുത്തു ഉള്ള കുറച്ചൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മള് മഴ നനയണ വ്ളോഗൊക്കെ ഉണ്ട്, മഴയുടെ വ്ളോഗ്. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിച്ച റെയിൻകോട്ടിന്റെ സംഭവം അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. സനുബ്രോ, ഞാൻ ഈ വീഡിയോ അതുകൂടെ ഇടാൻ പറ്റും? എന്നാണ് ഇടുന്നത്? ഇതെന്താണ് ഇടുന്നത്? അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ ഈ സാധനം കൂടെ എല്ലായിടും പൊക്കോ അറ്റാക്ക്. ഇന്നപ്പോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് 2 വ്ളോഗ് കാണാം കേട്ടോ. ഒന്ന് നമ്മളിപ്പോ ശരണ്യായിട്ടൊരു കൊളാബ് അടിക്കുന്നുണ്ട് സനുബ്രോ. ഇന്നൊരു വമ്പ കൊളാബായിരിക്കും ഗൈസ്. അപ്പം അവൾക്ക് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കും. അയ്യോ, ദാട്ടിയപ്പാണ് നോർമലി അതൊക്കെ ഒരു മിനിറ്റ് ഞാൻ സനുബ്രോയുടെ ബ്ലോഗിലോട്ട് ഒന്ന് കയറിയിട്ട് വരാം. അല്ലെങ്കിൽ ഇതിലായിരുന്നു.
ഇതാണ് പുതിയ ടെക്നോളജി. വ്ളോഗിന്റെ ഉള്ളില് വ്ളോഗ്. ഇൻസെപ്ഷൻ. ഓക്കെ, ഇത് ആ ഫോണിന്റെ ഒരു ഫീച്ചറാണ്. ഓവർ ടു കാർത്തിക്സ് വ്ളോഗ്. ഓ ഇത് മൊട്ട വൈബായിരിക്കും കേട്ടോ സനിബ്രോ. ഇത് കോമഡി ആയിരിക്കും. ഇത് നമ്മള് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ കുലിക്കാൻ ലൈറ്റ് എത്തുന്നു. ഞാനും പറഞ്ഞില്ല. അടിപൊളി സാധനം കേട്ടോ ഇത്. അന്ന് നമുക്ക് ഇറങ്ങിയാലോ പതുക്കാം. ഇനി ശരണ്യെ പൊക്കട്ടെ ഗൈസ്. അവളുടെ വ്ളോഗാണ് ഇന്ന് മെയിൻ. അതെ, ഇതെന്താണ് കൊണ്ടുവരുന്നത്? അവളുടെ വ്ളോഗാണ് മെയിൻ. അപ്പോ അവള് ഒരു ഫുൾ ഫീച്ചർ ലെങ്ത് വ്ളോഗിൽ നമ്മൾ ഗസ്റ്റുകളാണ്. ഞാൻ ഈ സ്റ്റൈലിംഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ സ്റ്റൈലിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കണത്. എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം. ഇത് അതെ അത്ര ഉള്ളൂ. നമുക്ക് നോക്കാം. ചെറിയ റിസ്ക് എടുക്കലല്ലേ, നമുക്ക് നോക്കാം. കോമാളി പോലെ ആവും. അവസാനം ഫാഷൻ ബ്ലോഗറിന്റെ മാനം കെടുത്തുന്നത് സെറ്റപ്പിൽ ആവായിരുന്നാ മതി. ഇല്ല നമ്മൾ പൊളിക്കും. നമ്മൾ അടിപട്ടി എന്താടി എന്താ ചേട്ടാ? ഓ അഴുവല് വെള്ള്. നീ ഇനി എന്നെ ജമ്മത്ത് സേട്ടാന്ന് വിളിക്കരുത്. ഇങ്ങോട്ട് വേണ്ടി എന്തൊരു എടി, അത് നീ സ്നേഹത്തോടു കൂടി റെസ്പെക്റ്റോടു കൂടി ചേട്ടാ എന്ന് വിളിക്കണമെന്നായിരുന്നു. വ്ളോഗ് ഓണായി പോയി. കുണിച്ചിരുത്താണ്ട് ഇടി കൊടുത്താണ് അവക്ക്. എന്തൊരു അനുസരണയത് പെണ്ണെ. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്തിനാണെന്ന് പറ. ഞാനും സനിബ്രോയും കൂടെ ഈ കിഴങ്ങിയ സ്റ്റൈൽ ചെയ്യാൻ പോവാണ് കേസ്. ഇല്ല, ഞാൻ കട്ടക്ക് പിടിക്കൂടി. ഇന്ന് ഞാൻ ഒരു ഉഴപ്പ് പരിപാടിയൊന്നും അല്ല, പ്രോപ്പർ ആയിട്ട് സ്റ്റൈൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇന്ന് അപ്പൊ 3 വീഡിയോ ആടി ആൾക്കാർ എന്റെ. അതെ, സനിബ്രോ ഒരു വ്ളോഗ് ചെയ്തോണ്ടിരിക്കുന്നു. അതെ, ഗോൾഡൻ ഡേ ആണ്. വെള്ളക്കാക്ക ജട്ടിയിട്ട് മരന്ന് പറക്കുകയാണ്. നിങ്ങൾ ഇതാണോ ഒരുങ്ങണത്? പെട്ടെന്ന് ഇറങ്ങി വാ. ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നടി. നേരത്തെ ഉണ്ടായിരുന്നു. മച്ചാനെ ഹായ്. വ്ളോഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. എന്താ വെച്ചാ ഓ ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ബ്രോയുടെ പേരെന്നായിരുന്നു? സുഹയ. നിങ്ങള് കൊച്ചിലെ മുതലുള്ള ഫ്രണ്ട്സ് ആണ്? ഈ മച്ചാനാണ് സനിബ്രോയോട് ഷൂട്ടിങ്ങിനൊക്കെ ഇറങ്ങിയല്ലേ ബ്ലോഗ്. അതെ അതെ, ഞാൻ ഒരു ക്ലിപ്പ് കണ്ടോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പൊളിക്ക് വന്നു മൊത്തത്തില്. അതെ അതെ, ഹരിശ്രീ എഴുതിയിട്ടുണ്ട് കേസ്. അപ്പൊ സനിബ്രോ നമുക്ക് ഇറങ്ങാം. എന്നിട്ടില്ലെങ്കിൽ നമ്മൾ തീരെ ലേറ്റ് ആയി പോയി. നാളെയും കൂടെ ഷൂട്ടുള്ളതാണ്. നാളെ ഷൂട്ടുണ്ട് കേസ്. നമുക്ക് നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസത്തേക്ക് ഷൂട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എത്ര നാളുകൾക്ക് ശേഷമാണെന്നറിയാവോ ഗൈസ് ലുലു മോളിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫോറം മോൾ വന്നേ പിന്നെ നമ്മൾ ലുലു മോൾ വരാറേ ഇല്ല. ഇവള് ലുലു ഫാഷനിലല്ലേടി ആണ് അവള് പെർമിഷൻ എടുത്ത് വെച്ചേക്കുന്ന ഗൈസ്. അപ്പം ഹലോ, അപ്പൊ അങ്ങോട്ട് നീ എന്താടി നേരെ നോക്കി നടവണ്ണേ. ആൾക്കാർ പറയും നീ കള്ളുപിടിച്ചിട്ട് കിടക്കണത്. സനിബ്രോ എത്ര നാളാ ഇങ്ങോട്ട് വന്നിട്ട്? അതെ അതെ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഫോറം മോൾ. ഞാൻ നിൽക്കുന്നതിന്റെ അതെ, ഞങ്ങളുടെ എല്ലാവർക്കും അടുത്താണ് സുഹൃത്തുക്കളെ ഫോറം മോൾ. ഫസ്റ്റ് ഫ്ലോറാ? ഓക്കെ ഓക്കെ. നമ്മൾ ഫാഷനിലോട്ട് പോട്ടെ കേസ്. എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലുലു ഫാഷൻ സ്റ്റോർ. ഓ, ഇവിടത്തെ മറ്റേ ഒരു സാധനം ഉണ്ട് കേസ്. എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്ന ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പുരയുടെ മൊത്തം നമുക്ക് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നമ്മളെ മൊത്തത്തിൽ എസ്കലേറ്ററിൽ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ പോവേണ്ടി വരും. എടി തുടങ്ങിയാലോ? ആണോ? ഓക്കെ, അപ്പൊ ഇനി ബാക്കി ഇവളുടെ വീഡിയോയിലായിരിക്കും ഗൈസ്. ഞങ്ങള് സ്റ്റൈലൊക്കെ ചെയ്തിട്ട് വരാം. ഞാൻ പൊളിക്കുവേടി, ഞാൻ നോക്കിക്കോ. ആർ യു റെഡി സനിബ്രോ? ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഓ, എന്റെ ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവളുണ്ടല്ലോ ഗൈസ് ഒടുക്കത്ത് പണ്ടാറടങ്ങാനായിട്ട് 15 മിനിറ്റ് ടൈം ലിമിറ്റ് വെച്ച്. അത് കുറച്ച് കടുത്ത് ഓട്ടോ വരുന്നു. സനിബ്രോ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായി. ആദ്യം ഞാൻ ചെയ്താൽ മതിയായിരുന്നു. അതിപ്പോ എനിക്കാണെങ്കിൽ ഞാൻ പറ്റില്ല, അതുപോലെ ഓടിയൊന്നുമില്ല. ഞാൻ വളരെ സമാധാനമായി. അത് മതി നോക്കി. അതെന്റെ വൈബ്. 15 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ് പോലെ സമയം ആണല്ലേ? പയ്യെ എടുക്കുന്നുള്ളൂ. സെറ്റ്. അപ്പോ
എന്തായാലും അവള് ഇപ്പം എന്റെ ഡ്രസ്സിങ് കഴിഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് മാറാനായിട്ട് പോയേക്കാണ് ഗൈസ്. അത് കഴിഞ്ഞ് വന്നിട്ട് സനുബ്രോയുടെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ വരാം ഗൈസ്. ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ചലഞ്ച് ഫുള്ളും ഫിനിഷായി. റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചത്ര നല്ലതായിട്ടല്ല വന്നത്. കണ്ണീരൊക്കെ തുടച്ചേറ ഗൈസ് ഊള. അത് കുഴപ്പമില്ല സനുബ്രോ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചലഞ്ച് വീഡിയോ? രസമില്ലായിരുന്ന? അതെ ചോദിക്കുന്നില്ലല്ലോ വേണ്ട, ചോദിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ദയനീയമായി ഞാൻ ഈ ചലഞ്ചിൽ തോറ്റുപോയിരിക്കുന്നു. അത് സ്കോറൊക്കെ നിങ്ങൾക്ക് ഇവരുടെ ചാനലിൽ പോയാൽ മനസ്സിലാവും. പക്ഷെ ഞാൻ സെറ്റായി ഗൈസ്. എന്റെ കൂടെ ആരുമില്ല. എന്റെ പേര് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷിനെ പോലെ ഓടി ഒന്ന് ഷോപ്പ് ചെയ്താണ്. ഞാൻ വളരെ സ്ലോ ആയിട്ട് ഞാൻ എടുത്തിട്ട് വളരെ സ്ലോയാ പ്രൈസ് അടിച്ചിട്ട് പോയാണ്ടാ. പഴയ ദൂരദർശൻ കണക്ക് നടന്നതാണ്. പക്ഷെ ജയിച്ചോണ്ട് പോയി അപ്പോട്ടെ. പക്ഷേ ഇവള് വലിയ മനസ്കായോണ്ട് 2 പേർക്കും പ്രൈസ് മണി തന്നു. ഫസ്റ്റ് പ്രൈസ് എത്ര കിട്ടി സനുബ്രോ? 5000 രൂപ. സെക്കൻഡ് പ്രൈസ് കൺസലേഷൻ പ്രൈസ് ഒരു 1000 രൂപ അടിക്കും കിട്ടി. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കിട്ടണത് വെച്ച് നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ ഇറങ്ങട്ടെ. എടി സെറ്റ് അല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് നാളായി. അപ്പം എടി ചലഞ്ച് വീഡിയോ എന്തുമാത്രം ചെയ്തോണ്ടിരുന്ന ഒരുത്തനാണ് ഞാൻ. പക്ഷെ രസമായിരുന്നു, എൻജോയ് ചെയ്തു. അപ്പൊ ഇനി ഷോപ്പ് ചെയ്തിട്ട് 1000 രൂപ കിട്ടി ഗൈസ്. വരട്ടെ, എന്തെങ്കിലും വാങ്ങിക്കട്ടെ ഞങ്ങള് ഗൈസ്. വലിയ വലിയ പണക്കാര് 5000 രൂപയുടെ സെക്ഷനിൽ കിടന്ന് പെർഫ്യൂം വാങ്ങുന്നു. കാശുള്ളവൻ പെർഫ്യൂം വാങ്ങുമ്പോൾ കാശില്ലാത്തോൻ ലിപ് ബാം വാങ്ങാൻ പോകുന്നു. പണമുള്ളവൻ പെർഫ്യൂം മണപ്പിക്കുമ്പോൾ പാവങ്ങളോ പാറാവിരിക്കുന്നു. ഊള മണമായി പോയത്. സ്പൈസി ആണല്ലേ? എട് അവര് മൊട്ട ഷോപ്പിംഗ്. 1000 രൂപയ്ക്ക് വല്ലതും കിട്ടുവാടാ? ഒന്നുമില്ലല്ലേ? താങ്ക്സ്. ഇപ്പൊ എന്തായാലും പെർഫ്യൂം കിട്ടൂലെന്ന് ഉറപ്പായി ഗൈസ്. എടാ 1000 രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടുമോ അവിടെ? അറിഞ്ഞൂടെ? എടാ 1000 രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നുമില്ലല്ലേ? 1000 രൂപയ്ക്കൊന്നും ഒരു വിലയില്ലല്ലോ ഗൈസ്. എന്താടാ 1000 എന്തെങ്കിലും ഉണ്ടോ? കാണുമോ? ഇതിനൊക്കെ അയ്യോ ഇതെന്തിനും ഞാൻ വാങ്ങിച്ചിട്ട് ഒരു ഗുണമില്ലാത്ത സാധനങ്ങളാണല്ലേ. ചീപ്പുമല്ലോ. നോക്കട്ടെ, എന്തെങ്കിലും നോക്കട്ടെ ഗൈസ്. മുത്തേ എടാ 1000 രൂപയ്ക്ക് എന്തെങ്കിലും കാണുമോടാ? 500 ഉള്ളല്ലേ? പുല്ല്. 1500 പ്രൈസ് മണി വെച്ചൂടെ മുത്തേടാ? എടാ 1000 രൂപയ്ക്ക് ഏതെങ്കിലും വാച്ച് ഉണ്ടാടാ? ഉണ്ടോ? എട് സല്ലേ വാച്ചാ. അത് പൊളിച്ചാട്ടാ. ഇപ്പൊ ഞെട്ടിപ്പോയി ഞാൻ. 1000 രൂപയ്ക്ക് വാച്ച് ഉണ്ടോ? എടാ പെർഫ്യൂം പോലും കിട്ടല്ലടാ. അപ്പോഴാണ് വാച്ച് ക്യാഷ് വേടാ. ഈടാ എന്ത് ക്യൂട്ട് സാധനമാടാ ഇത്. 1000 രൂപ അല്ലേ? 100 രൂപ ഞാൻ എക്സ്ട്രാ തരാം. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എനിക്ക് 100 രൂപ തരുമോ? ഓ ഡിസ്കൗണ്ട് ഇല്ല, കുഴപ്പമില്ല, ഞാൻ തരാം. ഇതെടുത്ത് ബാക്കി കൊള്ളാല്ലേ. എന്തിനിത്? എനിക്ക് കിട്ടിയടി. എനിക്ക് കിട്ടിയ ഒരു 100 രൂപ കൂടെ തരണം. എനിക്കൊരു വാച്ച് കിട്ടി. ക്യാഷ് ഇവിടെ ഏതൊരു വാച്ച്. ഇതെന്തിനത്? വേണ്ടടി, എനിക്ക് ഔദാര്യം. ആണോ? എനിക്കൊരു 100 രൂപ എക്സ്ട്രാ നീ തരണം. 5000 നിന്നില്ല. ഏത് പെർഫ്യൂം സാധനം കാണിച്ചേ? 5000 വെർസാച്ചിയോ? വെർസാച്ചി ഡൈലൻ ബ്ലൂ. ഓ മാൻലി സ്മെൽ. അതാ എനിക്ക് പറ്റിയ, എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. ഇത് ചീഞ്ഞ് നാറിപ്പോട്ടെ. ഇല്ല, നിന്റെ വാച്ച് ഓടൂല. അയ്യോ കിട്ടി. എടി 100 രൂപ വേണ്ട. 1095. അയ്യോ ആൾക്കാർ ഇത് വെച്ചിട്ട് പലതും ചെയ്യാറുണ്ട്. നമ്മളത് ഇത് ചെയ്യല്ലേ, യൂട്യൂബ് ബാൻ തരും കേട്ടോ. അയ്യോ പക്ഷെ എങ്ങനെയുണ്ട് സെറ്റ്? അല്ലല്ലേ, അത് കട്ടാക്കാം. ഇത് ക്ലാസിക് ആണല്ലേ? എന്തായാലും വേണോടാ നിന്റെ കളക്ഷനിൽ പറ്റിയ സാധനമാണ്. ഇത് പിടിച്ചേ എപ്പോഴും കിട്ടില്ല ഈ വാച്ച്. ബ്യൂട്ടിഫൈ വാച്ചാണ്. ആപ്പിൾ വാച്ചൊക്കെ എടുത്ത് എറിയുന്നു. ഈ വാച്ച് എപ്പോഴും കിട്ടില്ല. 85,000 രൂപ അവിടെ ഇരിക്കട്ടെ. അല്ല ഈ വാച്ച് ഭയങ്കര അല്ലേ, റെയർ ആയിട്ടല്ലേ കിട്ടുള്ളൂ. എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആവണ വാച്ച് അത്. അപ്പം എന്തായാലും നിന്റെ 1000 രൂപയ്ക്ക് ഭാഗ്യം ഉണ്ടടി. എന്റെ കൈ എന്തോ ആവശ്യം വല്ലതും ഉണ്ടാ? ഇല്ലങ്ങ് അടിച്ചില്ലേ?
ഇതുകൊണ്ട് ബമ്പർച്ചിരി ആങ്കർ അന്തസ് കറക്റ്റ് നല്ല സാധനം നല്ല സാധനം 1000 രൂപയ്ക്ക് നീ സെറ്റ് ചെയ്ത് 5000 കിട്ടിയെന്നുള്ള ശീലം സാധനം വാങ്ങിച്ചത് നമ്മൾ ഒറ്റ സാധനത്തിലൊതുക്കി നമ്മള് സ്റ്റൈലിംഗ് പോലെയാണ് ഡ്രസ്സിൽ ഞാൻ സ്റ്റൈൽ ചെയ്ത് പൈസ വാങ്ങിച്ചു നമ്മൾ കഷ്ടപ്പെട്ടതാണ്. 1000 രൂപയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ ചെന്നപ്പം 1500 പക്ഷെ കൊള്ളാം. ഇതെന്താടി ഇത് കൺസലേഷൻ പ്രൈസ് ആണോ? ഞാൻ ഇഷ്ടത്തോടെ മേടിച്ചാടാ. സ്കിന്നിന്റെ സെലസ്റ്റേ നല്ലതാണ്, നല്ല പെർഫ്യൂം അത്. 100 രൂപ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സാധനങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങി വല്ലതും കഴിക്കാൻ പോട്ടെ. ഇനി ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് 7 വന്നു. എന്റെ പൊന്നെ എന്തുവാടി ഇതൊക്കെ? ഇതൊക്കെ എപ്പാ? നമ്മളെ സ്വന്തം സ്ഥലമല്ലേ, നീ മേടിക്കാതെ ചുമ്മാ വിളിച്ചു വന്ന എല്ലാം സെറ്റാണ്. എന്റെ പൊന്നെ ഗൈസ്, ഞാൻ താങ്ക് യു ഗൈസ്. ഇടാ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞോ ഗൈസ്, ഞാൻ ധൃതങ്ക പുളകിതനായി പോയി. എന്റെ 3 ഉരുക്കി തീരും ഇപ്പം. 3 മില്യൺ ആയിരിക്കുകയാണ് നമ്മുടെ ചാനല്. ഇതെന്താ ഇത് ഒഴുകി നടക്കുന്ന മെഴുകുതിരികൾ? എനിക്ക് അറിഞ്ഞുകൂടാ ബാക്കിൽ ലൈവ് മ്യൂസിക്കുള്ളതുകൊണ്ട് നമ്മളെ സൗണ്ട് കിട്ടുമെന്ന്. പക്ഷേ താങ്ക് യു ഗൈസ്. വെരി ഹാപ്പി ഫോർ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വന്നു കേട്ടാ. എനിക്കൊരു വാച്ച് കിട്ടി, ഒരു ഗെയിമിൽ തോറ്റു എന്നുള്ളൊരു വിഷം ഒഴിച്ചു കഴിഞ്ഞാ ബാക്കിയൊക്കെ സെറ്റാണ്. താങ്ക് യു കേട്ടോ ചക്കരെ. കാരണം നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്നാ? ആണല്ലേ, കുറെ നേരം കാറി ഇരുത്തിയിരുന്നവള്. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഓക്കെ കേക്ക് മുറിക്കാം. ഇതിനെന്ത് പാട്ടാ പാടണേ? മുറിയട്ടാ. ഇതെന്താ ചെയ്യാ? ഞാൻ ആർക്കാ കൊടുക്കുക? ഹാപ്പി 3 മില്യൺ. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഈ അസുലഭ നിമിഷത്തിൽ എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. സബ്സ്ക്രൈബേഴ്സിനെ ഇന്നലെ രാത്രി തന്നെ ഞാൻ മെഴുവി നന്ദി പറഞ്ഞു. ലവ് യു ഗൈസ് ഓൾവേസ് ആൻഡ് ഫോർ എവർ. എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തൊന്ന് മുറിക്കട്ടെ ഗൈസ്. എന്തൊരു കാര്യമായിട്ട് ഐറ്റം വന്നത്. എന്തൊരു സനുബ്രോ ഇത്? ചിക്കൻ. ഇതെന്താ ഇത്? പേര് ഷാരി ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെ വരുമ്പോ ആദ്യം പറഞ്ഞ ഷാരി ചേച്ചി എന്തെങ്കിലും നല്ല ഉണ്ട്. സനുബ്രോ മെനിങ്ങാന്ന് ഒരുത്ത എന്റെ അടുത്ത് വന്നിട്ട് ചേട്ടന്റെ കൂടെ നടക്കണ ഫുഡ് മാമൻ എവിടെയെന്ന്. എടി ഞാൻ പറഞ്ഞു പാവ സനുബ്രോ ഇത് കേക്കട്ടെ, ഹൃദയാഘാതം വരുമെന്ന് പറഞ്ഞ്. ഫുഡ് വെച്ചിട്ടുള്ള എല്ലാ പേരും ഇതാദ്യം കഴിച്ചു നോക്കാം അല്ലേ സനുബ്രോ? ഇതെന്തിനായിരുന്നു? ബീഫ് അല്ലേ? ടർക്കിഷ് ബീഫ് കഴിച്ചോട്ടാ. നല്ല മണം കേട്ടാ. ടർക്കിഷ് ബീഫ് കുറച്ച് ചൂരിയാണ് പക്ഷെ കൊള്ളാം. ചിക്കൻ പക്ഷെ അതാദ്യം ബീഫ് ചൂ ചെയ്ത് കേട്ടോ. അടുത്ത് ഇത് കൂടെ ഇതെന്തായാലും സനുബ്രോ? ഇതെന്തോ ചിക്കൻ ആണ്, ഗ്രിൽ ചിക്കൻ. ഹുലി അങ്ങനെ എന്തോ പറഞ്ഞു. അതിന്റെയൊക്കെ പേര് ഞാൻ പഠിക്കാൻ. പുലിമുരുകൻ കഴിച്ചു നോക്കാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസി കേട്ടോ. ഇല്ലല്ല കുഴപ്പമില്ല നീ കഴിക്കും. എന്നിട്ട് അവിടെ ഒരെണ്ണുണ്ടോ കാന്താരി ചിക്കൻ ഉണ്ട്, അതുകൂടെ ടെസ്റ്റ് ചെയ്തോ. അത് തന്നെ ഇത് തന്നെ സെയിം സാധനം തന്നെ. ഇതാണ് കാന്താരി ചിക്കൻ കഴിച്ചു. ഒന്ന് ഓർഡർ ചെയ്ത് എല്ലാം സൂപ്പർ സാധനങ്ങളാട്ടാ. ബാർബക്യൂ നൈറ്റ് ഉണ്ട് അവർക്ക് എല്ലാ വെനസ്ഡേ. ലൈവ് മ്യൂസിക്കും ഗ്രിൽസും സംഭവങ്ങളും ഒക്കെയാണ്. അടിപൊളി. ഇതെന്റെ ഫേവറേറ്റ് ആണ്. സൂപ്പർ സാധനമാണ് അല്ലേ? എന്തായിരുന്നു എന്റെ പേര്? ടർക്കിഷ് ബീഫ്. ബീഫ് നമ്മളിങ്ങനെ ചാകുന്ന ജ്യൂസ് ഇങ്ങനെ ബാക്കിയകത്തോട്ട് മെൽറ്റായി റബ്ബറില്ല. അത് കാന്താരി അങ്ങനെ ഉണ്ടോ?
കൊള്ളാം അല്ലേ? അടിപൊളി ഫ്ലവർ. ഓക്കെ, ഞങ്ങൾ പതുക്കെ കഴിക്കട്ടെ സുഹൃത്തുക്കളെ, കഴിച്ചിട്ടൊക്കെ വരാം. 5586 രൂപയായി ഗൈസ്. നമ്മൾ ആദ്യം കണ്ടതിന് ശേഷം ഒരുപാട് സാധനങ്ങൾ നമ്മൾ പിന്നീട് ഓർഡർ ചെയ്ത് കഴിച്ചു. ആകെപ്പോട്ടെ ഇന്ന് ഗൈസ് സാനിബ്രോയുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോ എല്ലാരും 3 മില്യൺ സെലിബ്രേഷനും ഒക്കെ. അതെ, എനിക്കൊരു സർപ്രൈസ് ഒക്കെ തന്ന് ഗൈസ് എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്യാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവളുടെ ഒരു കിടുക്കാച്ചി വീഡിയോ. അത് നീ താങ്ക് യു പറയടി പട്ടി. എനിക്ക് എന്തിനാണ് താങ്ക് യു? അതിന് വന്നേന് നീ ഉണ്ടാ പിന്നെ സ്റ്റൈൽ ചെയ്ത് തന്നേന് എന്തിന്? ആര് നിനക്ക് ഐഡിയ? ആ നീ തന്ന ഐഡിയ. ആരുടെ എക്സിക്യൂട്ട് ചെയ്തത്? നീ ചെയ്തത് നീ. എന്നിട്ട് നോക്കിയപ്പോ അല്ല നമ്മള് സത്യം പറഞ്ഞ നിന്റെ സാധനവും സെറ്റാക്കി എന്റെ സാധനങ്ങളും സെറ്റാക്കിയ ഇങ്ങനെ ഒരു ദിവസം ഇറങ്ങി കഴിഞ്ഞാൽ സെറ്റാണ്. 3 മില്യൺ ഡിസർവ് ചെയ്യുന്നു. നമ്മളെയൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഗൈസ്, അപ്പോ നിങ്ങൾ 3 വീഡിയോ കണ്ടു നോക്കിയിട്ട് പറ നമ്മുടെ ഈ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടെന്ന്. കാരണം നമ്മള് പുതിയൊരു ഐറ്റം പിടിച്ചേക്കുന്നത് 3 രീതിയാണ്, 3 വേറെ സാധനങ്ങളാണ്. പക്ഷെ ഇന്ന് എടുത്തതിൽ ഏറ്റവും ഞാൻ ഹാപ്പി ആയിട്ടുള്ള വീഡിയോ അവളുടെ വീഡിയോ ആണ്. ഞാനാണ് ഏറ്റവും ഹാപ്പി. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ബൈ ബൈ ഗൈസ്. ഇനി ഞാൻ പോട്ടെ, നാളെ രാവിലെ ഷൂട്ടുണ്ട്. 11 മണി അല്ല 1 മണിയായി. ബൈ ബൈ, ടാറ്റോ ടാറ്റോ, ബൈ ബൈ.